CPM പലപ്പോഴും ഈ കളം വിട്ട് കളിക്കുന്നത് വളരെ അപകടകരമാണ്. അവർ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും CPM ഇപ്പോൾ അവസാനത്തെ ഒരു പൂഴിക്കടകൻ എന്ന തരത്തിലൊരു പരസ്യം ഇന്ന് തിരഞ്ഞെടുപ്പ് പരസ്യം കൊടുത്തിരിക്കുന്നു. അത് പാലക്കാട് എഡിഷനിൽ മാത്രം, അതും പാലക്കാട് എഡിഷനിലെ 2 പത്രങ്ങൾക്ക് മാത്രമാണ് ആ പരസ്യം കൊടുത്തിരിക്കുന്നത്. LDF ആണ് പരസ്യം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ദേശാഭിമാനിയിലോ ജനൈകത്തിലോ അത്തരത്തിലുള്ള പരസ്യം പാലക്കാട്ടത്തെ എഡിഷനിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വ്യക്തമായിട്ടും ചില വർഗീയത കളിക്കാൻ തന്നെയാണ് CPM പാലക്കാട്ട് ശ്രമിച്ചിരിക്കുന്നത്. ഈ സന്ദീപ് വാര്യരെ വെച്ചുള്ള തെരഞ്ഞെടുപ്പ് പരസ്യവുമായി LDF പരസ്യം വന്നിരിക്കുന്നു. സരൻ തരംഗം എന്ന വലിയ തലക്കെട്ടിലാണ് പരസ്യം. എന്നാൽ പരസ്യത്തിൽ കൂടുതലായും പരാമർശിച്ചിട്ടുള്ളത് സന്ദീപ് വാര്യരെ പറ്റിയാണെന്നതാണ് പ്രത്യേകത. സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെയാണ് പത്രപരസ്യത്തിൽ ഉള്ളത്. നാളെയാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ് എന്നതും ഇന്ന് ആ പത്രത്തിൽ പരസ്യം വന്നു എന്നതും ആ പത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സുന്നി കാന്തപുര വിഭാഗം മുഖപത്രമായ സിറാജിലും സമസ്ത മുഖപത്രമായ സുപ്രഭാതം എന്നിവയിലുമാണ് പരസ്യം. LDF ഒരു മുഴുനീള പരസ്യമാണ് വച്ചിരിക്കുന്നത്, LDF നൽകിയിരിക്കുന്നത്. അതേസമയം CPMന്റെ മുഖപത്രമായ ദേശാഭിമാനിയിലോ ജനൈകത്തിന് CPIയുടെ മുഖപത്രമായ ജനൈകത്തിലോ ആ പരസ്യം ഇല്ലതാനും. കാശ്മീർ വിഷയത്തിൽ സന്ദീപിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റും RSS വേഷം ധരിച്ചു നിൽക്കുന്ന ചിത്രവുമൊക്കെ പരസ്യത്തിലുണ്ട്. കാശ്മീരികളുടെ കൂട്ടക്കല ആഹ്വാനം CA കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുള്ള പോസ്റ്റുകൾ, ഗാന്ധിമതം തുടങ്ങിയ വിഷയങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളാണ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിഷനാവിനെ സ്വീകരിക്കണമോ എന്നാണ് പരസ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ആ കഷ്ടം എന്നിങ്ങനെ സന്ദീപിനെതിരായ തലക്കെട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മതവാദിയായ സരനെ പോലെ ഒരാളെ പുറത്താക്കി വർഗീയതയുടെ കാളകൂട വിഷയത്തെ സ്വീകരിച്ചുവെന്നാണ് കോൺഗ്രസിനെതിരെ പരസ്യത്തിൽ വിമർശിക്കുന്നത്. വാർത്താ ശൈലിയിലുള്ള അഡ്വറ്റോറിയൽ പരസ്യമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ അവസാന ലാപ്പിൽ LDF പുറത്തിറക്കിയത്. സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ പരസ്യ നീക്കം ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ളതാണെന്നത് പ്രത്യേകതയാണ്. അതായത് തേജസ്സിലും സിറാജിലും മാത്രം, അതായത് മുസ്ലിം വോട്ടുകളെ മാത്രം കണ്ടുകൊണ്ട് RSS വിരുദ്ധതയും RSS വിരോധവും മാത്രം ഇളക്കി വിട്ടുകൊണ്ട് കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന മുസ്ലിം വോട്ടുകളെ മുഴുവനും ഇല്ലാതാക്കാനും അത് LDF സ്ഥാനാർത്ഥി ശരന് വേണ്ടി പിടിക്കാനും വേണ്ടിയുള്ള CPMന്റെ അവസാന പൂഴിക്കടകനമാണ് ഇത്. ഇത്തരത്തിൽ നഗ്നമായിട്ട് വർഗീയത കളിക്കുന്ന CPM ആണ് ഇവിടെ വർഗീയതയ്ക്കെതിരെയും മതേതരത്തിനും വേണ്ടി വാദിക്കുന്നത് എന്നത് വളരെ വളരെ കഷ്ടമായി തന്നെ കാണുന്നു. ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നത്. എന്തായാലും CPM അവസാന നിമിഷം ഒരു പരാജയത്തിൻ്റെ വെപ്രാളത്തിലാണോ ഇത്തരത്തിൽ ഒരു പരസ്യം മുസ്ലിം പത്രങ്ങൾക്ക് മാത്രമായിട്ട് നൽകിയതെന്നതും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും അത്തരത്തിൽ ആരോപണവും ആക്ഷേപവും ഉയരുന്നുമുണ്ട്.